അപ്പോൾ ബുദ്ധിയെക്കുറിച്ചും പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ബഹുമുഖ അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി, അതുപോലെ വൈകാരിക ബുദ്ധി സങ്കല്പം വരെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബുദ്ധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബുദ്ധിയുള്ള വ്യക്തികളുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി കണക്കാക്കാം. അഥവാ മലയാളത്തിൽ അതിനെ ക്രിയാത്മകത, സർഗാത്മകത, സർഗപരത എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വേർഡ് ഉണ്ടല്ലേ മലയാളത്തിൽ: സർഗാത്മകത, സർഗപരത, ക്രിയാത്മകത. ഇതിലേത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും നമ്മൾ മനസ്സിലാക്കുക എന്താണ്? ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് മലയാളത്തിൽ സർഗാത്മകത, സർഗപരത, ക്രിയാത്മകത എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? സർഗാത്മകത എന്ന് പറഞ്ഞാൽ സർഗാത്മകതയെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം പറയുന്നത് നമ്മൾ ഗിൽഫോർഡ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പുതിയതോ പുതുമയുള്ളതോ ആയ ഒരു വസ്തുവിനെയോ ഒരാശയത്തെയോ കണ്ടെത്താനോ സൃഷ്ടിക്കാനോ ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പുതിയതോ അല്ലെങ്കിൽ പുതുമയുള്ളതോ ആയ, ന്യൂ ആൻഡ് നോവൽ എന്ന് പറയാം അല്ലേ. പുതിയതോ പുതുമയുള്ളതോ ആയ ഒരു വസ്തുവിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു ആശയത്തിന് രൂപം നൽകുക, ഇതിനുള്ള ശേഷിയാണ് ക്രിയേറ്റിവിറ്റി. ഇതാരാണ് പറഞ്ഞത്? ഗിൽഫോർഡാണ് പറഞ്ഞത് അല്ലേ. എന്നാൽ ബാർട്ട്ലെറ്റ് പറയുന്നത് എന്താണ്? സർഗപരത എന്ന് പറഞ്ഞാൽ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സാഹസികമായ ചിന്തയാണ്. സാഹസികമായിട്ട് ചിന്തിക്കുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സാഹസികമായിട്ടുള്ള ചിന്ത നമുക്ക് ക്രിയാത്മകമായിട്ട്, ക്രിയേറ്റീവായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു നിർവചനത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം അല്ലേ. പുതിയ ഒരു വസ്തുവിനെ, പുതിയതോ പുതുമയുള്ളതോ ആയ ഒരു വസ്തുവിനെ രൂപം നൽകുക അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുക, ഇതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് പുതിയതായിരിക്കണം, മുൻപ് അതായത് ഓൾറെഡി നിലനിൽക്കുന്ന വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വസ്തുവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ആശയമോ വസ്തുവോ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവാണ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്താണ് എന്നും ക്രിയേറ്റിവിറ്റിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്രിയേറ്റിവിറ്റിയുടെ സവിശേഷതകൾ. ക്രിയേറ്റിവിറ്റിയുടെ അഥവാ സർഗാത്മകതയുടെ പ്രധാനപ്പെട്ട 4 സവിശേഷതകളാണ്. സർഗാത്മകത എന്നത് സാർവത്രികമാണ്, അതുപോലെ ജന്മസിദ്ധവും ആർജിതവുമാണ്, ആത്മനിഷ്ഠമാണ്, വിഭിന്ന ചിന്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാർവത്രികമാണെന്ന് പറഞ്ഞാൽ എന്താ? ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അഥവാ ചില ആളുകൾക്ക് മാത്രമുള്ള ഒരു കഴിവോ സവിശേഷതയോ അല്ല എന്ത് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്ന് പറയുന്നത്. അത് എല്ലാവരിലുമുണ്ട്, യൂണിവേഴ്സലാണ്, പക്ഷേ വിഭിന്ന രീതിയിലായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് വെക്കുന്നത് ചിലപ്പോൾ എഴുത്തിലായിരിക്കാമെന്ന് വിചാരിക്കാം. നല്ല രീതിയിൽ എഴുതാൻ, കഥ എഴുതാൻ, കവിതകൾ എഴുതാനായിരിക്കും എനിക്ക് ക്രിയേറ്റിവിറ്റി. എന്നാൽ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിരിക്കാം? ചില ചിത്രങ്ങൾ വരക്കാനായിരിക്കും. അപ്പോൾ എല്ലാവരിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷേ വിഭിന്ന രീതിയിലാണ്. ഓക്കെ, വിഭിന്ന മേഖലയിലായിരിക്കാം, വിഭിന്ന രീതിയിലായിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സാർവത്രികമാണ് ക്രിയേറ്റിവിറ്റി. രണ്ടാമത്തെ സവിശേഷത എന്താണ്? ജന്മസിദ്ധവും ആർജിതവുമാണ്. ഇൻബോൺ ആയിട്ട് നമുക്ക് ലഭിക്കാം അല്ലേ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ജന്മന നമുക്ക് ക്രിയേറ്റിവിറ്റി ലഭിക്കാം. നല്ല രീതിയിൽ പുതിയ പുതിയ വസ്തുക്കൾ കണ്ടെത്താൻ, പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകാനൊക്കെ ചിലപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനിക്കുന്ന സമയത്ത് അഥവാ തൻ്റെ മാതാപിതാക്കൾക്കുണ്ടായതിൻ്റെ ജനറ്റിക്കായിട്ട് അത് മാതാപിതാക്കളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വരാം അല്ലേ. അതുപോലെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് പരിശീലനത്തിലൂടെ ക്രിയേറ്റിവിറ്റി ആർജിച്ചെടുക്കാം അല്ലേ. നല്ല രീതിയിൽ നമുക്ക് പുതിയ പുതിയ വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശീലനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റിവിറ്റി പഠിക്കാം, ക്രിയേറ്റിവിറ്റി ആർജിച്ചെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജന്മസിദ്ധവും ആർജിതവുമാണ് ക്രിയേറ്റിവിറ്റി. മൂന്നാമത്തെ സവിശേഷത എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, ആത്മനിഷ്ഠമാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, സബ്ജക്റ്റീവാണ്. ആത്മനിഷ്ഠമാണെന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വസ്തു ഞാൻ കണ്ടെത്തുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുതിയ ഒരു ആശയത്തിന് ഞാൻ രൂപം നൽകുന്നു. ഈ ഒരു ആശയത്തിന് രൂപം നൽകുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും മറ്റു വ്യക്തികൾക്ക് ലഭിക്കില്ല.
ഓക്കെ, ഇപ്പം ഞാൻ നല്ലപോലെ എഴുതുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, നല്ലപോലെ കഥ, കവിത ഇതൊക്കെ എഴുതുന്നു. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം എനിക്ക് ലഭിക്കുന്ന ഈ ഒരു കഥ എഴുതുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ മറ്റ് വ്യക്തികൾക്ക് ലഭിച്ചോളുന്നില്ല. ചിലപ്പോൾ ചില ക്രിയേറ്റീവായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലർക്കും തോന്നും ചിലപ്പോൾ ഇതൊക്കെ എന്ത് ക്രിയേറ്റിവിറ്റിയാണെന്ന് തോന്നും. പക്ഷേ ആ ക്രിയേറ്റീവായിട്ടുള്ള വസ്തു കണ്ടെത്തുന്നതിലൂടെ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് മറ്റൊരാൾക്ക് ലഭിക്കില്ല. അപ്പോൾ സബ്ജക്റ്റീവാണ് അതിൻ്റെ ഫീലിംഗ് എന്നുള്ളതാണ്. നാലാമത്തെ സവിശേഷത, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. വിഭിന്ന ചിന്തനവുമായി ബന്ധപ്പെട്ടതാണ്, ഡൈവേർജൻ്റ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഡൈവേർജൻ്റ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്ത അല്ലേ, വിഭിന്ന ചിന്തനം എന്ന് പറയുമ്പോൾ എന്താ, ഡൈവേർജൻ്റ് ആൻഡ് കൺവേർജൻ്റ് തിങ്കിങ് എന്ന് പറയാം അല്ലേ. അപ്പോൾ കൺവേർജൻ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സംവ്രജന ചിന്തനം എന്ന് പറയും. വിഭിന്ന ചിന്തനം അഥവാ വിവ്രജന ചിന്തനം എന്നൊക്കെയാണ് നമ്മൾ ഡൈവേർജൻ്റ് തിങ്കിങ്ങിന് പറയുന്നത്. അപ്പോൾ കൺവേർജൻ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്, സംവ്രജന ചിന്തനമാണ്. ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതിനൊരു ഉത്തരം മാത്രമേ, ഒരൊറ്റ ശരി ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ ശരി ഉത്തരം അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ചിന്താരീതി ഏതായിരിക്കും, കൺവേർജൻ്റ് തിങ്കിങ് ആണ്. എന്നാൽ ഒരു പ്രശ്നത്തിന് വിവിധ പരിഹാരങ്ങളുണ്ട്, വിവിധ രീതിയിലൂടെ നമുക്ക് ചിന്തിക്കാം, വിവിധ പരിഹാര മാർഗങ്ങൾ ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്, വിഭിന്ന ചിന്തനമാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രം പോരാ അല്ലേ, അല്ലെങ്കിൽ ഒരു രീതിയിലൂടെ മാത്രം ചിന്തിച്ചാൽ പോരാ, വ്യത്യസ്തമായ രീതിയിലൂടെ ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ വിഭിന്ന ചിന്തനവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും, താഴെ കൊടുത്തതിൽ ക്രിയേറ്റിവിറ്റിയുമായി, ക്രിയാത്മകതയുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിക്കും. എന്നിട്ട് അവിടെ ഒരു ഓപ്ഷൻ കൊടുക്കും, സംവ്രജന ചിന്ത എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സംവ്രജന ചിന്തയല്ല, വിഭിന്ന ചിന്ത അല്ലെങ്കിൽ വിവ്രജന ചിന്തയാണ് ക്രിയാത്മകതയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ വിഭിന്ന രീതിയിലൂടെ, വ്യത്യസ്തമായ രീതികളിലൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കാണിക്കുന്ന സമയത്ത്, അതായത് പുതിയൊരു ആശയത്തിനോ പുതിയൊരു വസ്തുവിനോ രൂപം നൽകുന്ന സമയത്ത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സവിശേഷതകൾ, പ്രധാനപ്പെട്ട 4 സവിശേഷതകൾ ഏതൊക്കെയാണ്, സാർവത്രികമാണ് അല്ലേ, എല്ലാവരിലുമുണ്ട്, വിഭിന്ന രീതിയിലായിരിക്കും എന്ന് മാത്രം. ജന്മസിദ്ധവും ആർജിതവുമാണ്, ജന്മനാ ലഭിക്കാൻ നമുക്ക് പരിശീലനത്തിലൂടെ ആർജിച്ചെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ക്രിയേറ്റിവിറ്റി. ആത്മനിഷ്ഠമാണ്, അതിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആയിരിക്കും. വിഭിന്ന ചിന്തനവുമായി, ഡൈവേർജൻ്റ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച്. ക്രിയേറ്റിവിറ്റിക്ക് ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെക്കുറിച്ച് എപ്പോഴും ചോദ്യം വരാറുണ്ട്. താഴെ കൊടുത്തതിൽ ക്രിയേറ്റിവിറ്റിയുടെ ഘടകങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാം, ക്രിയേറ്റിവിറ്റിയുടെ ഘടകമല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം, ക്രിയേറ്റിവിറ്റിയുടെ ഘടകം ഏത് എന്ന് ചോദിക്കാം, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധമുള്ളത് എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇപ്പോൾ പറഞ്ഞെന്താണ്, സവിശേഷതകളെ കുറിച്ചാണ് അല്ലേ. ഇനി നമുക്ക് ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ക്രിയേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട 7 ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ബൈഹേർട്ട് ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണ് ഈ ഘടകങ്ങളെന്ന് കൃത്യമായിട്ട് പഠിക്കുക, എന്താണ് ഈ ഘടകങ്ങൾ അർത്ഥമാക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ, പടുത അല്ലെങ്കിൽ വാചാലത എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ ഫ്ലുവൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി അഥവാ അതിനെ പടുത എന്നും വാചാലത എന്നും മലയാളത്തിൽ പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, അയവ് അല്ലെങ്കിൽ വഴക്കം. വഴക്കം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. തേർഡ് വൺ, മൗലികത, അതിനെ നമ്മൾ ഒറിജിനാലിറ്റി ആണ് അല്ലേ, ഒറിജിനാലിറ്റിക്ക് മൗലികത എന്ന് പറയുന്നു. വിപുലീകരണം, ഇലാബുറേഷൻ. വിവ്രജന ചിന്ത, നേരത്തെ പറഞ്ഞു അല്ലേ, ഡൈവേർജൻ്റ് തിങ്കിങ് ആണ്. പ്രശ്ന നിർദ്ധാരണം, പ്രോബ്ലം സോൾവിങ്. ഉൾക്കാഴ്ച, ഇൻഡ്യൂഷൻ. ഓക്കെ, അപ്പോൾ 7 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ക്രിയേറ്റിവിറ്റിയിലുള്ളത്, അഥവാ ക്രിയേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന 7 സവിശേഷതകളെന്ന് നമുക്ക് പറയാം അല്ലേ. ഈ ഘടകങ്ങളൊക്കെയാണ് ക്രിയാത്മകതയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് പടുത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാചാലത, ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം വാക്കുകൾ പെട്ടെന്ന് രൂപപ്പെടുത്താനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പടുത അല്ലെങ്കിൽ വാചാലത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ധാരാളം ആശയങ്ങളെ അനായാസം രൂപപ്പെടുത്താനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ധാരാളം ആശയങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാനുള്ള കഴിവാണ് അല്ലേ, ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ്. അതിനെയാണ് നമ്മൾ പടുത അല്ലെങ്കിൽ വാചാലത, ഫ്ലുവൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലേ, അഥവാ അയവ് അല്ലെങ്കിൽ വഴക്കം എന്ന് പറയുന്നു. വഴക്കം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് സാഹചര്യത്തിനനുസരിച്ചും അല്ലാതെയും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തി പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ വ്യതിചലിച്ച് ചിന്തിക്കാൻ, ഒരേ ഒരു ചിന്തയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും വ്യത്യസ്തമായ രീതി, ഫ്ലെക്സിബിൾ ആയിരിക്കും. ഏത് സാഹചര്യത്തിലൂടെയും ഏത് രീതിയിലൂടെയും ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവും? ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവും അല്ലേ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ മൗലികതയാണ് അല്ലേ. മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിരിക്കണം. മുൻപ് അറിയപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമോ വസ്തുവോ ആയിരിക്കണം എന്നുള്ളതാണ്. ക്രിയേറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ഓൾറെഡി അറിയാവുന്ന ഒരു വസ്തുവാണെങ്കിൽ നമുക്ക് കോപ്പി എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓൾറെഡി നിലനിൽക്കുന്ന വസ്തുവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമോ അല്ലെങ്കിൽ വസ്തുവോ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ക്രിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇനി ഓൾറെഡി നിലനിൽക്കുന്ന വസ്തുവിനെ പുതിയ രീതിയിൽ രൂപമാറ്റം വരുത്തിയാൽ മതി, എന്നാലും എന്താണ്, ക്രിയേറ്റിവിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ വിപുലീകരണമാണ്. ഇലാബൊറേഷൻ, വിപുലീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചെറിയ സംഗതിയെ, ഒരു ചെറിയ ചോദകത്തെ വലുതാക്കുക, ഒരു ചെറിയ ആശയത്തെ വലുതാക്കി വിപുലീകരിച്ചുകൊണ്ട് വലിയൊരു കഥയൊക്കെ മെനയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവും? ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാവും അല്ലേ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇലാബൊറേഷൻ, വിപുലീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ. വിപുലീകരിക്കുക, ഒരു ചെറിയ ചോദകത്തെ, ചെറിയ ഒരു ആശയത്തെ വലുതാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാവും? ഇലാബറേഷൻ. അപ്പോൾ ചെറിയൊരു കാര്യം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കഥ ഉണ്ടാക്കാനോ ഒരു കവിത ഉണ്ടാക്കാനോ ഒക്കെ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, എന്താണ്, വിവ്രജന ചിന്ത. വിവ്രജന ചിന്ത അഥവാ ഡൈവേർജൻ്റ് തിങ്ക്. ചിന്ത രണ്ട് രീതിയിലുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ, ക്രിയേറ്റീവ് ആണെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഘടകം ഏതാണ്? വിവ്രജന ചിന്തയാണ്, അഥവാ വിഭിന്ന ചിന്തനം എന്ന് പറഞ്ഞു അല്ലേ. അതായത് വ്യക്തി വിഭിന്ന രീതിയിലൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരേ രീതിയിലൂടെ മാത്രം ചിന്തിച്ചാൽ പോരാ, വ്യത്യസ്തമായ രീതിയിലൂടെ ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രശ്ന നിർദ്ധാരണമാണ്, പ്രോബ്ലം സോൾവിങ്. നല്ല രീതിയിൽ പ്രശ്ന നിർദ്ധാരണം ചെയ്യുക, പുതിയ രീതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഘടകമാണ് അല്ലേ. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് രൂപപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി സോൾവ് ചെയ്ത ഒരു പ്രോബ്ലം പുതിയൊരു സന്ദർഭത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യുകയാണ്. ഓൾറെഡി അറിയാവുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മുൻപ് ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്തത് അതുപോലെ തന്നെ പുതിയ ഒരു പ്രോബ്ലം വരുമ്പോൾ, അതേപോലത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഈ സമയത്തും നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഘടകമാണ്. അപ്പോൾ പ്രശ്ന നിർദ്ധാരണത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ ആശയങ്ങൾ എത്തിച്ചേരാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഉൾക്കാഴ്ച, ഇൻഡ്യൂഷൻ അല്ലേ. ഇൻസൈറ്റ് എന്നോ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഉൾക്കാഴ്ച എന്ന് പറയുന്നതും ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം എന്താ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അഥവാ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു വസ്തുവിന് രൂപം നൽകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാശയത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നു. ഈ സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഐഡിയാസ് അല്ലേ, അതിനെയാണ് നമ്മൾ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡ്യൂഷൻ പല സന്ദർഭങ്ങളിലും ക്രിയേറ്റിവിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണെന്ത്, ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ചിന്തിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് ഉൾക്കാഴ്ച പ്രയോജനപ്പെടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? സർഗാത്മകതയുടെ ഘടകങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ്? പടുത അല്ലെങ്കിൽ വാചാലത എന്ന് പറയുന്നു, അയവ് അല്ലെങ്കിൽ വഴക്കം, മൗലികത, വിപുലീകരണം, വിഭ്രജന ചിന്തനം, പ്രശ്ന നിർദ്ധാരണം, ഉൾക്കാഴ്ച. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ചോദ്യം ഇങ്ങനെയാണ് വരിക, താഴെ കൊടുത്തതിൽ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അവിടെ ഇപ്പോൾ വിഭ്രജന ചിന്തയ്ക്ക് പകരം സംവ്രജന ചിന്തനം എന്ന് കൊടുക്കാം. അപ്പോൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 7 ഘടകങ്ങളാണ് പ്രധാനമായും സർഗാത്മകതയ്ക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു വസ്തു നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ആശയം രൂപപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ ചില ഘട്ടങ്ങളിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്.
അപ്പം നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് ചില ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിലൂടെയാണ് ആ ഒരു പ്രോസസ്സ് നടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങളെന്ന് നോക്കാം. പ്രധാനമായും 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം.